റിമോട്ട് കൺട്രോളിൽ നമുക്ക് വണ്ടി നീക്കാൻ പറ്റും. കണ്ട, ഹൗ കൂൾ ഇസ് ദാറ്റ്? റിവ്യൂസിൻ്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന കാറ് മഹീന്ദ്രയുടെ തന്നെ ട്രെൻഡിങ് ഫ്ലാഗ്ഷിപ്പ് മോഡലായ ദി XCV90 ഇലക്ട്രിക്. സോ ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ കൂപ്പേ ഡിസൈനിലുള്ള ഒരു കാറാണ് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത്. മഹീന്ദ്രയുടെ ഒരു ഇലക്ട്രിക് ബോൺ ഇലക്ട്രിക് സീരീസിലുള്ള XCV90. സോ ഇത് വന്നിരിക്കുന്നത് ഇൻഗ്ലോബ് പ്ലാറ്റ്ഫോമിലാണ്. നമ്മുടെ ഇന്ത്യൻ ഗ്ലോബൽ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമാണ് മഹീന്ദ്ര ഇത് വിളിക്കുന്നത്. ബോൺ ഇലക്ട്രിക് സീരീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് ഇത്. രണ്ട് വണ്ടിയുണ്ട്, BE6 ഉണ്ട്, BE6E ഉണ്ട്, XCV90 ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി BE6യുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി കോമ്പാക്ട് സൈസ്ഡ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ, പക്ഷെ അതിന് കുറച്ച് പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് കവർ ചെയ്യാനാണ് അവർ XCV90 കൂടി ഒരുമിച്ച് ഇറക്കിയത് അല്ലേ. സോ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾക്ക് കിടക്കാം. നമ്മൾ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ പോണ അട്രാക്ഷൻ ആണ് ആ ലോഗോ ഡിഫറെൻ്റ് ആണ്. മഹീന്ദ്രയുടെ ലോഗോ അല്ല വന്നിരിക്കുന്നത്, ഒരു ഇൻഫിനിറ്റി ലോഗോ ആണ്. ഇപ്പോഴത്തെ ബോൺ ഇലക്ട്രിക് സീരീസിന് മഹീന്ദ്ര കൊടുക്കുന്ന ഒരു ലോഗോ ആണ് അത്. അപ്പോൾ ഇനിയുള്ള ഇലക്ട്രിക് എല്ലാം കാസിനും ഇനി മഹീന്ദ്ര ആ ഒരു ലോഗോ ആയിരിക്കും കീപ്പ് ചെയ്യാൻ പോകുന്നത്, ഇൻഫിനിറ്റി ലോഗോ. പിന്നെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ വണ്ടി നല്ല ഹ്യൂജ് സൈസാണ്. നമുക്ക് പ്രസൻസ് ഒക്കെ ദൂരെ നിന്ന് വരുമ്പോൾ നല്ലൊരു പ്രസൻസ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഫുൾ LED ലൈറ്റ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്, കണക്റ്റിംഗ് LEDs ആണ്. പിന്നെ ഒരു ആനിമേഷൻ ഉണ്ട്, ഒരു ആനിമേഷനും കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ ആ ഒരു LED ലൈറ്റ്സിന്. കണക്റ്റിംഗ് ആണ്. ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആ ഡിസൈനാണ് വന്നിരിക്കുന്നത്. കുറച്ച് സബ്ജക്റ്റീവ് ലുക്കാണ് അത്. പിന്നെ ലൈറ്റ്സിൻ്റെ ത്രോവും അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. 4 ഷാർപ്പ് ലൈൻസ് വന്നിട്ടുണ്ട് ഹുഡിൽ, കുറച്ച് സ്ലോപ്പിംഗ് ആണ് അത് വന്നിട്ടുണ്ട്. അഡാസിൻ്റെ സെൻസർ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഫ്ലിംസി പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ ബോണറ്റാണ് ഒരു മെറ്റൽ ഫിനിഷിന് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്ററും വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ കാണാം, അത് നല്ലൊരു ഫീച്ചറാണ്. ക്യാമറ കൊടുത്തിട്ടുണ്ട്, 6 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതും കാണാം. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് എൻജിനില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹൈഡ്രോളിക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു 150 ലിറ്റർ സ്പേസ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളിത് തുറക്കുമ്പോൾ ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ ഇത് കാണാം, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇവിടെ ഒരു നമ്മുടെ വൈപ്പർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനുള്ള അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്, ഈവൻ ഇലക്ട്രിക് കാർ ആയിട്ടും ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ അടയ്ക്കുമ്പോൾ നമ്മൾ ഈ 2 സൈഡിൽ നിന്നും അടയ്ക്കേണ്ടി വരും. സോ ഓവറോൾ വണ്ടി നല്ലൊരു പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ഡ്രോബാക്ക് തോന്നി ഈ ഡിസൈനാണ്. ഈ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓരോരുത്തർക്ക് ചിലപ്പോൾ ആ ഡിസൈൻ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ ഇതിന് വേറൊരു ഡിസൈൻ കൊടുക്കായിരുന്നു. പക്ഷെ ഓവറോൾ വണ്ടി നല്ലൊരു ഹ്യൂജ് സൈസും പ്രസൻസും ഉണ്ട്. സോ സൈഡ് ലുക്സിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ റോഡിലൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ പോകുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സ്ലോപ്പിംഗ് റൂഫ് ഡിസൈൻ. ആ ഒരു കൂപ്പേ സ്റ്റൈലിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ ആ ഒരു ഡ്യുവൽ ടോൺ ബ്ലാക്ക് റെഡ് തീം വന്നിരിക്കുന്നത്. ടാങ്കോ റെഡാണ് ഇതിന്റെ ഒരു പെയിന്റ് ഫിനിഷസ് വന്നിരിക്കുന്നത്. ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആണ് അതിന്റെ ഒരു ഡ്യുവൽ ടോൺ സെറ്റപ്പിൽ, റൂഫിലാവട്ടെ ആ ഒരു ഫെൻഡേഴ്സിലെല്ലാം കൊടുത്തിരിക്കുന്നത്. മറ്റു കാഴ്ചയിലൊക്കെ നമുക്ക് ഈ സെഗ്മെന്റ്സിൽ ഇപ്പോൾ ഒരു ക്രോസ് ഓവർ സ്റ്റൈലിംഗ് ഒക്കെ വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ്, ഒരു സ്ക്രാച്ചി പ്ലാസ്റ്റിക്കിന്റെ ഒരു എലമെന്റ് ആയിട്ട് കാണാൻ കഴിയുക. പക്ഷെ ഇതിൽ ഗ്ലോസി ബ്ലാക്ക് വരുമ്പോൾ ഡേർട്ട് വന്നാലും സ്ക്രാച്ചസ് വന്നാലും എടുത്ത് കാണിക്കും. ആ ഒരു നെഗറ്റീവ് ഒരു കാര്യമുണ്ട്. അലോയ് സെറ്റപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 245/55R 19 ഇഞ്ചസിന്റെ അലോയ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷസ് ആണ് അതിൽ വന്നിരിക്കുന്നത്. ആ ഒരു എയറോഡൈനാമിക് ബിറ്റ്സിന്റെ ഒക്കെ എല്ലാ ഭാഗങ്ങളും കാണാം. ഇതിന് വന്നിട്ട് അഡാപ്റ്റീവ് സസ്പെൻഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അഡാപ്റ്റീവ് സസ്പെൻഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വയറിങ്ങിൻ്റെ ഒരു എക്സ്പോസ്ഡ് ബിറ്റ് നമുക്ക് കാണാൻ കഴിയും. അതൊരു കുറച്ച് മോശമാണ് കാണുമ്പോൾ നമുക്ക്. പിന്നെ ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ബോൺ ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിനെ നെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ്, ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ലോക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ടായി പോകും, അത് അൺലോക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മെക്കാനിസം പോയിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മിറേഴ്സും അതിൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റപ്പ് 360 ക്യാമറയുടെ പ്ലേസ്മെൻറ്റ്സ് കാണാം. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു 3ന്റെ ബാഡ്ജിങ് കാണാം. അത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ആ പാക്ക് 3ന്റെ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ
ഓൾമോസ്റ്റ് 4.8 മീറ്റേഴ്സ് ലെങ്ത് ആണ് ഇതിന് കാറിന് വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു സെയിം ലെങ്ത് തന്നെ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡോസ് അത്യാവശ്യം നല്ല ഹെവി ഡോസാണ്. അതിൻ്റെ സേഫ്റ്റിയുടെ പാരാമീറ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാം കവർ ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ ഡോസ് ആയാലും 90 ഡിഗ്രീസ് ഓപ്പൺ ആവും, നമ്മൾ ടാറ്റയിൽ പറഞ്ഞ പോലെ. സോ അത്രയൊക്കെ തന്നെയായിരുന്നു സൈഡ് ലുക്സിൻ്റെ വിശേഷം. സോ റിയർ ലുക്ക് നോക്കുമ്പോഴും കണക്റ്റിംഗ് ലൈറ്റ്സ് ആണ് ആ ഫ്രണ്ടിലത്തെ സിമെട്രിക്കൽ രീതിയിലാണ് വന്നിരിക്കുന്നത്. കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എയറോഡൈനാമിക് ഷേപ്പ് കാണാം, അത് കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന അവിടെ കാണാം. പിന്നെ ബാക്കിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ 360 ക്യാമറ വന്നിട്ടുണ്ട്. 6 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ്. നമുക്ക് അകത്തൊരു പാൻ ഷോട്ട് ഇടാം. നല്ല ഒരു ക്ലാരിറ്റിയാണ് ആ ക്യാമറയ്ക്ക് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുൾ ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. XEV9 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻഫിനിറ്റിയുടെ ലോഗോ കുറച്ച് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് കുറച്ച് സൈഡിലാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ ആ 3XOയിലും പറഞ്ഞാൽ സെയിം ആണ്. ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ഓക്വേർഡ്നെസ് തോന്നുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്കിൻ്റെ വിൻഷീൽഡ് പോയിരിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ്, ആ കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട്. ഡിഫോഗർ ലൈൻസ് വന്നിട്ടുണ്ട്. പിന്നെ മഹീന്ദ്രയുടെ കുറച്ച് ഗിമ്മിക്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പാർട്ടി മോഡാണ്. പാർട്ടി മോഡ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് ഒക്കെ കാണിച്ച് നമുക്ക് അവിടെ അവർ കാണിക്കും. അവിടെ അകത്താകുമ്പോൾ നമുക്ക് ചെയ്യാം. പുറത്ത് പാർട്ടി മോഡ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഒരു കോമഡി സംഭവം. ഇതിപ്പോൾ ഇലക്ട്രിക് ആണല്ലോ. മഹീന്ദ്ര ഗിമ്മിക് ഫീച്ചറായിട്ട് അവിടെ ഒരു എക്സ്റ്റീരിയൽ ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്, V8 ട്രിബ്യൂട്ട്. അതേപോലെ വേറെ ടൈപ്പ് സൗണ്ടുകളുണ്ട് അകത്ത്. നമുക്ക് V8 മാത്രം ഒന്ന് കേട്ടോ നോക്കാം. കുറച്ച് രസമാണ്, കോമഡിയാണ് കേൾക്കാൻ. ഇതൊരു V8 സൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു കോമഡിയാണ്. എക്സ്റ്റീരിയറിൽ നമുക്ക് ആ വോളിയം ഫുള്ളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ മഹീന്ദ്ര ഇപ്പോൾ തന്നെ പറഞ്ഞു ഇനി പെട്രോൾ ഡീസലൊക്കെ നിർത്തിയാൽ നമ്മൾ ഇങ്ങനെ വേണം V8 കേൾക്കാൻ. ബൂട്ട് സ്പേസ് 663 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ആണ്. പക്ഷെ നമുക്ക് ഇത് കൂപ്പേ ഡിസൈൻ വേണ്ട ഹൈറ്റ് ആയിട്ടുള്ള ലഗേജ് വെക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് കിടത്തി വെക്കുകയാണെങ്കിൽ നല്ല സ്പേസ് വെക്കും. പിന്നെ സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 1000 ലിറ്റേഴ്സ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെയർ ടയർ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഓപ്പണിംഗ് 4 രീതിയിൽ വന്നിട്ടുണ്ട്. കീ വെച്ച് തുറക്കാം, അകത്തുനിന്ന് തുറക്കാം, ഇവിടുന്ന് തുറക്കാം. അതേപോലെ നമുക്ക് ഇങ്ങനെ വേവ് ചെയ്താലും തുറക്കാൻ പറ്റും. ബാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചങ്കി ടയേഴ്സാണ്. നല്ല സൈസുള്ള ടയേഴ്സ്. അത് കാണാൻ നല്ല ഭംഗിയാണ് വണ്ടി ബാക്കിൽ നിന്ന് ആ ടയർ കാണാൻ. ഇവിടെ നിന്ന് ഒരു നമുക്ക് ചെറിയൊരു ഓക്വേർഡ്നെസ് ഡിസൈനായിട്ട് തോന്നും. പക്ഷെ വണ്ടിക്ക് നല്ല സൈസ് ഉണ്ട്. അത്രയ്ക്ക് തന്നെയുള്ളൂ ബാക്കിലത്തെ വിശേഷം. കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീലാണ്. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ 3 സ്ക്രീൻസാണ് വന്നിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു ആനിമേഷൻ കാണിക്കും XUV-ൻ്റെ. അത് കാണാൻ രസമാണ്. വണ്ടി ഓൺ ആകുമ്പോഴും അതേപോലെ ഒരു ആനിമേഷൻ കാണിക്കും. പിന്നെ ഇവിടെ നമ്മുടെ പാസഞ്ചർ സൈഡ് ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ വന്നിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അതൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബാക്കിയെല്ലാ ഡീറ്റെയിൽസ് എല്ലാം വണ്ടികളുള്ള പോലെ. പക്ഷേ എനിക്കിതിൽ കുറേ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമുക്ക് മീഡിയയിൽ പോയ സൗണ്ട് സിസ്റ്റം വന്നിരിക്കുന്നത് ഹാർമൺ കാർഡൻ്റെയാണ്. അടിപൊളി സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സംഭവമുണ്ട്, നമ്മുടെ പുറത്ത് കാണുന്ന മറ്റേ ആ ഗ്രൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ പാർട്ടി മോഡ്, ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, അത് നമുക്കുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓവറോൾ ആൻഡ്രോയിഡ് ഓട്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈ വെഹിക്കിളിൽ പോയാൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഓരോ മോഡ്സ് കാണാം. ഡ്രൈവ് മോഡ്സ്, എക്സ്റ്റീരിയറിലുള്ള ഓരോ സംഭവങ്ങൾ, ഇൻറ്റീരിയറിൽ നമുക്ക് ഓരോ ഇത് കാണിക്കും. കണ്ട ഇവിടെ എല്ലാം നല്ല ഇതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ്സ് ആണ് കോമഡി. കുറേ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കസ്റ്റമൈസേഷൻ. നമുക്ക് സെപ്പറേറ്റ് ഭാഗങ്ങൾ മാത്രമായിട്ട് വേണമെങ്കിൽ ലൈറ്റ്സ് ട്വീക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട് ഡോറിൽ മാത്രം അല്ലെങ്കിൽ റെയർ ഡോറിൽ മാത്രം നമുക്ക് ലൈറ്റ് മാറ്റാനും പറ്റും. അതൊരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ അതേപോലെ നമുക്ക് ഇത് മൂൺ റൂഫുണ്ട്. മൂൺ റൂഫാണ് വന്നിരിക്കുന്നത്. ഇത് ഓപ്പണിംഗ് ടൈപ്പ് അല്ല, അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. മൂൺ റൂഫാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വലിയ ഇവിടെ ഒരു ഇൻഫിനിറ്റിയുടെ ലോഗോ പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ഡ്രോബാക്ക് വൈറ്റ് സീറ്റ്സ് ആണ്. ഫുൾ ചളിയാവും. അതേപോലെ മുകളിലൊക്കെ ഇവിടെ തന്നെ നമുക്ക് കറകൾ കാണാം. ഈ വൈറ്റിൻ്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ മഹീന്ദ്ര ചെയ്തിരിക്കുന്ന ഈ പ്രശ്നം? ഇത് എപ്പോഴും ബേജ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ കൊടുക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇവിടെയൊക്കെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ലക്ഷറി
എലിമെന്റ് വരാൻ വേണ്ടി ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ കർണമോളിലെ അല്ല, ഇതിന്റെ വിൻഡോ കൺട്രോൾസ് ഒരു നല്ല ഡിഫറെന്റ് ആണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു ക്ലിക്കിംഗ് സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ലെവൽസ് ഓഫ് മെമ്മറി സീറ്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റിയറിംഗ് 2 സ്പോക്കിന്റെ ഫാൻ അല്ല, എനിക്കത് അത്ര ഇഷ്ടമല്ല സ്റ്റിയറിംഗ്. ഇതിന്റെ റീജൻ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ കിയ EV6ന്റെ അതേ ഒരു കിയ EV6 പോലത്തെ ഒക്കെ ഇരിക്കും സ്റ്റിയറിംഗ് കാണാൻ. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് നമ്മുടെ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് മോഡിന്റെ ഒരു സ്വിച്ച് ഇവിടെ കാണാം. ഇവിടെ ഫുൾ ഒരു ലൈറ്റ്സ്, ഇവിടെ ലോഗോ വന്നിട്ടുണ്ട്. എല്ലാ ലൈറ്റ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഫുൾ ബ്ലാക്ക് പാനലായിട്ടാണ് കാണാൻ പറ്റുക. നമുക്ക് ഇവിടെ ഫുൾ മാപ്പ് കാണിക്കും, മാപ്പിന്റെ ലേ ഔട്ട് കാണിക്കും, അതും കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റ് വെന്റിലേഷൻ, സൗണ്ട് ഒന്നുമില്ല, നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു സീറ്റ് വെന്റിലേഷൻ ആണ്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ AC ഒക്കെ നല്ല എഫിഷ്യൻറ്റ് വർക്കിംഗ് ആണ്. നല്ല വലിയ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമ്മുടെ BMW കാണുന്ന പോലെ മൾട്ടിമീഡിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടച്ച് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫിസിക്കൽ ബട്ടൺസ്. പിന്നെ ഇവിടെ ചെറിയൊരു ആംറസ്റ്റിൻ്റെ അടിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൂൾഡ് ആണ്, അത് നല്ലൊരു ഓപ്ഷനാണ്, കൂൾഡായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സും മിറേഴ്സും ഒന്നും വന്നിട്ടില്ല, അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ വെളിച്ചം കുറച്ചുകൂടി അധികം അടിക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാസഞ്ചർ സൈഡ് മാത്രം വിത്ത് മിററും ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ അതാണ് ഇന്റീരിയറിന്റെ വിശേഷം. സോ നമുക്കിതിന്റെ റിയർ സീറ്റിന്റെ വിശേഷത്തിലേക്ക് വരാം. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കയറി ഇരുന്ന് ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നല്ല തഡാണ്. ആക്ച്വലി ഇതിന് നല്ല രീതിയിൽ സേഫ്റ്റി പാരാമീറ്റേഴ്സ് എല്ലാം അവർ കവർ ചെയ്തിട്ടുണ്ട്. അവർ എയർ ബാഗ്സിൻ്റെ ആവട്ടെ, ആ ഒരു ഫുൾ ബോഡി സ്ട്രക്ചർ എല്ലാം വെൽ ബിൽട്ടാണ്. കയറി ഇരുന്ന് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഫുൾ എയറിനെസ് ആണ്. എല്ലാ ഭാഗത്തും നമുക്ക് ആ ഒരു വൈറ്റും ആ ഒരു ഗ്രീൻ സോർട്ട് ഓഫ് കളേഴ്സിൻ്റെ ഒരു ഫിനിഷസ് കാണാം. വളരെ വലിയൊരു ഏരിയ ആയിട്ടുള്ള സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ബിഗ് പീസ്. ഇത് ഓപ്പണിംഗ് അല്ല, ജസ്റ്റ് നമുക്ക് സ്കൈ കാണാൻ പാകത്തിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ M ലോഗോസ് കൊടുത്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് റൺ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നിട്ട് നമുക്കൊരു ലൈറ്റ് പ്ലേസ്മെന്റ് LED കൊടുത്തിട്ടുണ്ട്. ഹൂക്ക് ഹാൻഡിൽ റെഗുലർ ബിറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ലോക്കിൻ്റെ അൺലോക്ക്, ട്വീറ്റർ പ്ലേസ്മെന്റ്, സ്പീക്കർ പ്ലേസ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഇതിന്റെ കൺട്രോൾസ് ഇഷ്ടപ്പെടും. പവർ വിൻഡോസിന്റെ ആ ഒരു ടിൽറ്റ് ആൻഡ് അപ്പ് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്ന നല്ല രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീറ്റ്സിന്റെ ഒരു കംഫർട്ടബിലിറ്റി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ. നമുക്ക് ഇനി ഇത് റിക്ലൈൻ ചെയ്ത് ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കംഫർട്ടബിളി ഇരിക്കാൻ കഴിയും. സെൻട്രലായാലും ആ ഒരു ആംറസ്റ്റിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം എല്ലാം തൊടുന്ന എല്ലാ ഭാഗത്തും നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് എല്ലാം കൊടുത്ത് ഒരു റിച്ച് ഫീലിംഗ് ഉണ്ട് നമുക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ. 65 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയാലും ഒരു പവർ ഔട്ട്ലെറ്റിന് കൊടുക്കുന്ന രീതിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എയർ AC വെൻസിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൺ വെക്കാനും ചാർജിങ്ങിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയറിൽ AC കൺട്രോൾസ് കൊടുത്തിട്ടില്ലെങ്കിലും വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിലെ സീറ്റ് എൻ്റെ ഒരു കോൺഫിഗറേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലും വേണമെങ്കിൽ നമുക്ക് നീറും ലെഗ് റൂമും കൂട്ടാനായിട്ട് ബോസ് മോഡ് കൊടുത്തിട്ടുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് ആയാലും ലെഗ് റൂമും നീ റൂം ആയാലും എല്ലാം ആംപിൾ എമൗണ്ട് ഉണ്ട്. നമുക്ക് ആ ഒരു നോർമൽ രീതിയിൽ സെറ്റ് ചെയ്താലും ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൂപ്പേ ഷേപ്പായിട്ട് പോലും നമുക്ക് ഹെഡ് റൂമിൽ ഒട്ടും ലാക്കിംഗ് അല്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെൽ കംഫർട്ടബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ഇരിക്കാനായിട്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സെൻട്രൽ ടണലിനെ പറ്റി. ആക്ച്വലി അത് ഫ്ലാറ്റ് ആണ്. അതിൻ്റെ മെയിൻ ഒരു റീസൺ ഇത് EV ആയതുകൊണ്ടാണ്. മറ്റേ നമ്മൾ ഐസ് എഞ്ചിൻ കാഴ്സിനൊക്കെ ആ ഒരു ട്രാൻസ്മിഷൻ ടണലിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് B6 ഇതിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസിങ്ങിലാണ്. B6 വരുമ്പോൾ കുറച്ചുകൂടി കോമ്പാക്ട് സൈസാണ്. അതിന് കുറച്ചും കൂടി സ്പേസ് ലാക്കിംഗ് ഉണ്ട്. പിന്നെ ആ ഒരു എയറിനെസ് ഇതിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി. ഒരു ഫുൾ വൈറ്റ് ലെതർ ആയതുകൊണ്ട് തന്നെ ഫുൾ മെയിൻ്റനൻസ് കുറച്ച് കഷ്ടപ്പാടാണ് നമുക്ക്. സോ നമ്മൾ ഡ്രൈവിലേക്ക് കിടക്കുകയാണ്. അതെ, XEV9 പാക്ക് 3 വേരിയന്റ് ആണ് നമ്മളിന്ന് ഓടിക്കുന്നത്. ടോപ്പ് സ്പെക്ക്. സോ ഇനീഷ്യലി ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫുൾ ടോട്ടൽ സൈലൻസ് കേൾക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട്. പുറത്തത്തെ നോയ്സ് വളരെ സൈലന്റ് ആണ്. നമ്മൾ ഷൂട്ടിനിടയ്ക്ക് ആ ഒരു അമ്പലത്തിന്റെ സൈഡിൽ നിർത്തിയപ്പോഴായാലും അമ്പലത്തിന്റെ ആ ഒരു പാട്ടുണ്ടായിരുന്നു, അത് ഡോർ അടച്ചപ്പോ അത് ഫുൾ സൈലൻസ്, നോയ്സ് ക്യാൻസലേഷൻ ആയി. അത് കൊള്ളാം അല്ലെ, അവർ കൊടുത്തിരിക്കുന്നത് നല്ല ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് നോയ്സ് അതൊന്നുമില്ല, കുറച്ച് ഒരു വൈറ്റ് നോയ്സ് കൊടുക്കുന്നതാണ് സ്പീക്കറിലൂടെ. പിന്നെ ഇരിക്കുമ്പോ തന്നെ നല്ലൊരു കംഫർട്ട് ഉണ്ട്.
എല്ലാ ഭാഗത്തും നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് തന്നെ. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് എല്ലാവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടി ഒരു നമ്മുടെ SUV-യുടെ ആ ഷേക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇത് കൂപ്പി ഡിസൈൻ കൂടെ ആയതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഒരു ഇതുണ്ടല്ലേ. സസ്പെൻഷൻ ഒരു ഇടയ്ക്ക് ഭയങ്കര സോഫ്റ്റും അല്ലെ, ഇടയ്ക്ക് ഇത്തിരി സ്റ്റിഫ് ആയിട്ടും തോന്നുന്നുണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അഡാപ്റ്റീവ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി അത് അതെ അതിന്റെ ആയിരിക്കും അഡാപ്റ്റീവ് സസ്പെൻഷന്റെ. നമുക്ക് ഇതിന്റെ പവർ സ്പെക്ക് പറയാം. 280 bhp ആൻഡ് 380 Nm ടോർക്ക് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് ആ ടോർക്ക് ഫീൽ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. നല്ല ആ ഒരു പിന്നെ ആ പവറിലും നമുക്ക് മനസ്സിലാവും ആ ഒരു ഇത് വലിക്കണ ആ ഒരു രീതിയിൽ നമ്മൾ ആ സീറ്റിലേക്ക് പുഷ് ബാക്ക് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതെ അത് ഉണ്ട്. എന്താ വെച്ചാൽ അത് ഇലക്ട്രിക് ആയതുകൊണ്ട് ആ ഒരു പുള്ള് ഇനീഷ്യൽ തന്നെ കിട്ടും. അതെ. പിന്നെ ഒരു നമ്മളൊരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് അതൊന്ന് സാച്ചുറേറ്റ് ആവണത്. അത് ഇലക്ട്രിക് കാർസിന്റെ ഒരു ഇതാണ്. ഓക്കെ, സോ ഇത് വന്നിരിക്കുന്നത് ലീഫ് ബ്ലേഡ് ടെക്നോളജിയുടെ BYD-യുടെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അൺലിമിറ്റഡ് വാറന്റി ആണ് പറയണത്. അതും ഫസ്റ്റ് ഓണറിന് മാത്രം. സെക്കൻഡ് ഓണറിലേക്ക് വരുമ്പോ 2 years or 2 lakh kilometers or 10 years അങ്ങനെയാണ് പറയണത്. നമ്മളിത് ഓടിക്കണ 2 ബാറ്ററി റേഞ്ചിന്റെയാണ്. 59 kWh നമ്മൾ ഓടിക്കണ 79 kWh ആണ്. ഇതിന് പറയണ റേഞ്ച് 650 കിലോമീറ്റർ ആണ്. ഓക്കെ, മഹീന്ദ്ര പറയണത് 59 kWh പറയണത് ഏകദേശം ഒരു 540 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. ആക്ച്വലി രണ്ടും കുഴപ്പമില്ലാത്ത റേഞ്ച് ആണല്ലേ. ആക്ച്വലി എല്ലാവരും 79 kWh അടുക്കേണ്ടത് എന്താ വെച്ചാൽ അത്രയും റേഞ്ച് കൂടാണ്. പിന്നെ 620 പറഞ്ഞാൽ നമുക്ക് റിയൽ വേൾഡ് 550 എന്തായാലും കിട്ടും അല്ലേ. അതെ, ഈസിലി കിട്ടും. ഇതിപ്പോ ഡിഫോൾട്ട് മോഡിലാണ് കിടക്കുന്നത്. ഡിഫോൾട്ട് മോഡിൽ നമുക്ക് അത്രയും റേഞ്ച് കിട്ടും. പിന്നെ റേഞ്ച് മോഡ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ എവറിഡേ ഒരു മോഡ് ഉണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ മോഡ് പവറും എന്താ പറയാ റേഞ്ചും ഒരു മിഡിൽ ലെവലിലാണ് ആ എവറിഡേ വന്നിരിക്കുന്നത്. പിന്നെ അത് കിങ് എന്ന് പറയുന്നതാണ് റേസ് മോഡ്. റേസ് മോഡിൽ ആ ഫുൾ പവർ ആ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. ഡിഫോൾട്ട് മോഡില് ഞാൻ ഇത് ഡ്രൈവ് ചെയ്തപ്പോ ഡിഫോൾട്ട് മോഡിൽ ഞാൻ ചോദിച്ചു ഈ വണ്ടിക്ക് ഇത്ര പവർ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ഡിഫോൾട്ട് മോഡിൽ നിന്ന് ആ റേസ് മോഡിലേക്ക് മാറുമ്പോൾ ഒരു വലിയൊരു ഡിഫറൻസ് ആണ് വരുന്നത്. ആ ത്രോട്ടിൽ എല്ലാം ഫുൾ ഡിഫറെന്റ് ആണ് ആ പവർ ഡെലിവറി ഒക്കെ. ടേണിംഗ് റേഡിയസും അടിപൊളിയാണല്ലേ ഇത്രയും നീളമുള്ള ഒരു വണ്ടിക്ക്. അത്യാവശ്യം നല്ലൊരു ടേണിംഗ് റേഡിയസ് കൊടുത്തിരിക്കുന്നത്. അതെ, നമുക്കിപ്പോ ഈ ചെറിയൊരു റോട്ടിൽ നമ്മളിട്ട് തിരിച്ചത് ഇത്രയും വലിയൊരു വണ്ടി. ഇനി നമുക്ക് ഇതിന്റെ പവർ നോക്കിയാലോ. റേസ് മോഡിൽ ഇടുമ്പോ തന്നെ നമ്മള് ആ ഒരു നമ്മളാ പുഷ് ചെയ്യും. ആ ഒരു ടോർക്ക് റഷ് നല്ലോണം ഉണ്ട് വണ്ടിക്ക്. സൺറൂഫിലെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, ശരിക്കും ആ പുള്ള് നമ്മളിങ്ങനെ വലിച്ചെടുക്കണ ഒരു പവർ അതിന് വരുന്നുണ്ട്. അത് ഇനീഷ്യലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ സാച്ചുറേറ്റ് ആവും. പിന്നെ ഡിഫോൾട്ട് മോഡ് ഇടുമ്പോൾ എൻ്റയർലി അങ്ങോട്ട് വണ്ടി ശ്രിങ്ക് ആയ പോലെ അല്ലേ, പെട്ടെന്ന് പവറൊക്കെ പോയി. പക്ഷെ റേഞ്ചിന് നമ്മൾ എപ്പോഴും ഡിഫോൾട്ട് മോഡാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഈ ഒരു നമ്മളിപ്പോ EV കാർസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസ് വരുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് ബ്രേക്സും ഒന്ന് ടയേഴ്സും. അതിൽ ബ്രേക്സിന്റെ യൂസ് കുറയ്ക്കാനായിട്ട് നമുക്കിതിൽ 3 ലെവൽ ഓഫ് റീജനറേഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് ഈ സ്റ്റിയറിംഗ് തന്നെ പ്ലസ് മൈനസ് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സിനെ ഉറപ്പിക്കുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഉണ്ട്, അത് അടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം ഉണ്ട്, നമ്മളിപ്പോ നോർമൽ മോഡലാണ് പോണത്, പക്ഷെ നമുക്ക് ഫുൾ പവർ കുറച്ച് നേരത്തേക്ക് വേണം പെട്ടെന്ന് ഓവർടേക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഒരു ബൂസ്റ്റ് മോഡും കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാല്ലേ, അതും കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവ് ചെയ്തപ്പോ എന്താണെന്നറിയോ, ഡെഡ് പെഡൽ, നല്ല വലിയ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. കാല് ശരിക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ജർമ്മൻസ് ആയിരുന്നു അത് പ്രോപ്പർ ആയിട്ട് കൊടുത്തു വന്നിരുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിന്റെ കാസിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. മഹീന്ദ്ര എല്ലാം ഒരു മാക്സിമം ഇന്നോവേഷൻസ് കൊണ്ടുണ്ടല്ലേ ഒരു ആ കാര്യത്തില് ഒരു ഇന്ത്യൻ കമ്പനി നോക്കുമ്പോ അല്ലേ. എനിക്ക് പക്ഷെ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഇന്റീരിയറിൽ കളർ തീം കൊടുത്തത് വൈറ്റ് ഭയങ്കര ഇൻപ്രാക്ടിക്കൽ ആയി പോയി അത് കൊടുത്തിരിക്കണം. അത് ആ താറോക്സിൽ അവർ ആ പ്രശ്നം തന്നെ ചെയ്തു. ഹാൻഡ്ലിംഗ് വൈസ് എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് ഒരു ചെറിയൊരു ബോഡി റോൾ ഉണ്ടാവും, എന്നുവെച്ചാൽ ഇത്രയും സൈസുള്ള ഒരു വണ്ടിയല്ലേ. പക്ഷെ കുഴപ്പമില്ലാതെ ആ സ്റ്റിയറിംഗ് നമ്മൾ ഹൈ സ്പീഡ് പോകുമ്പോ സ്റ്റിയറിംഗ് ടൈറ്റ് ചെയ്യുന്നുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ആ പവർ അസിസ്റ്റ് സ്റ്റിയറിംഗിന് അത് വെയിറ്റ് കൊടുക്കുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു കൊളീഷൻ വാർണിംഗ് ആ ഒരു ഇത് വരുന്ന ടൈമില് നമ്മളൊന്ന് വെട്ടിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ടൈറ്റ് ആവും, എന്നിട്ട് വാർണിംഗ് തരും ഇതുപോലെ ഒരു ഡേഞ്ചർ ഉണ്ടെന്നുള്ളത്. നമുക്ക് സേഫ്റ്റി അഡാസ് കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഇവിടെ അകത്തൊരു ക്യാമറ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മുടെ ഇവിടുത്തെ ഇന്റീരിയർ വിഷ്വൽസ് എടുക്കാൻ, അതും കൊള്ളാം. പിന്നെ ഓവറോൾ സ്പീക്കേഴ്സ് നല്ല സിസ്റ്റം അല്ലേ,
അതും കൊടുത്തു. അത് നമ്മൾ അതിന്റെ ഓരോ ട്യൂണിങ് കൊടുക്കില്ല, ബാസ് ട്രബിൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഈവൻ ഡ്രൈവറിനെ ഫോക്കസ് ചെയ്തും ഓൾ പാസഞ്ചേഴ്സിനെ ഫോക്കസ് ചെയ്തും നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ നമ്മൾ ഈ തേർഡ് ലെവൽ ഓഫ് റീജനറേഷൻ ഇടുമ്പോൾ നമ്മുടെ മോഡ് നോക്കണം. നമ്മൾ ഡിഫോൾട്ട് മോഡിലാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ട് എന്താ പറയാ റീജൻ നടക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് നിങ്ങളിപ്പോ റേസ് മോഡിൽ അല്ലെങ്കിൽ എവറി ഡേ മോഡിലാണെങ്കിൽ ലെവൽ ഓഫ് 3 കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഹൈവേയിൽ അത്രയും പവറിൽ പോകുമ്പോൾ റീജനറേഷൻ അങ്ങനെയല്ലേ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ സിറ്റി യൂസിലൊന്നും ലെവൽ 3 ഇടരുത്, പെട്ടെന്നൊരു ബ്രേക്കിംഗ് വരും. മാക്സിമം ലെവൽ 2 ഇട്ട് യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ അത്രയും റേഞ്ച് കിട്ടണമെങ്കിൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ലെവൽ 3 ആണെങ്കിൽ സെറ്റ് ആണ്, നല്ല റേഞ്ച്. ആദ്യമായി ഒരു EV ഡ്രൈവ് ചെയ്യുന്ന ഒരാളായാലും മാക്സിമം അത് ലെവൽ 1 തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു പാനിക് അടിക്കും ആ ഒരു സമയത്ത്. അതെ. പിന്നെ ഇത് പവർ ചവിട്ടി നമ്മൾ സാധാ വണ്ടികൾ പോലെ ചെയ്താൽ കയ്യിൽ നിന്ന് പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പെട്ടെന്ന് ലെയിൻ ഷിഫ്റ്റ് ചെയ്തൊക്കെ ഓടിച്ചാൽ കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്. മേ ബി കുറച്ചുകൂടി ഹാൻഡ്ലിംഗ് ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ BE6 പോവാം. പക്ഷെ പ്രാക്ടിക്കാലിറ്റിയുടെ ഒരു മെയിൻ കൺസേൺ കാരണമാണ് XEV9 കുറച്ച് പേര് പോകണം. എന്നുവെച്ചാൽ BE6 കോമ്പാക്ട് ആയതുകൊണ്ട് കുറച്ച് അകത്തിരിക്കാൻ ഒരു ഇതുണ്ട്. ഇതും സ്റ്റിയറിംഗ്, ഇത് സീറ്റ് കുറച്ച് ഒരു ഫേംനെസ് ഉണ്ടെങ്കിലും സ്പേസ് ഉണ്ട്. ബാക്കിൽ 3 പേർക്ക് ഇരിക്കാം. ബാക്കിലത്തെ നമുക്ക് റിക്ലൈൻ ആംഗിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ടല്ലേ? ഫാസ്റ്റ് ചാർജിങ് ഇപ്പൊ ഇത് നമുക്ക് 2 ചാർജിങ് ഉണ്ട്, ചാർജേഴ്സും ഓപ്ഷൻ തരുന്നുണ്ട് കമ്പനി. ഒരെണ്ണം പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെയെങ്കിലും റിമോട്ട് ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുത്തിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരെണ്ണം വന്ന് 11 kW ഫിക്സഡ് ഹോം ചാർജർ ആണ്. അതിൽ തന്നെ വന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു 79 kW ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാനായിട്ട് ഒരു 8 hours ടൈമാണ് പറയുന്നത്. ആ ഒരു 59 kW ആണെങ്കിൽ ഒരു 6-7 hours ആ ഒരു റേഞ്ച് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ചാർജിങ്ങിന്റെ അത് പോയിരിക്കണത്. ഈവൻ നമ്മൾ പുറത്ത് ചാർജ് ചെയ്യണ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ, അവിടെ ചാർജ് ചെയ്യാനാണെങ്കിൽ ഒരു 400-500 ആ ഒരു റേഞ്ചിലാണ് ഒരു കോസ്റ്റ് വരുന്നത്. മാക്സിമം 20% താഴേക്ക് ഇത് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് ആയാലും അതിന്റെ ആ ഒരു പെർഫോമൻസ് എല്ലാം വേരി ചെയ്യും അതിന്റെ താഴേക്ക് പോകുമ്പോൾ. അതെ, നമുക്കിനി ഇതിന്റെ കുറച്ച് കോൺസിനെ പറ്റി പറയാം. അപ്പൊ ഈ കോൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഓൺ ചെയ്തതിന്റെ അങ്കിളുടെ സൈഡിൽ നിന്നായാലും ഇപ്പോൾ കുറച്ച് എന്താ പറയാ ഫോറത്തിൽ നിന്നായാലും എല്ലാം റിപ്പോർട്ട് ചെയ്ത കുറച്ച് കോൺസ് ആണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡിസ്പ്ലേ ചൂടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഇന്റീരിയറിൽ. അത് ആക്ച്വലി ഒരുപാട് നേരം നമ്മളിങ്ങനെ മണിക്കൂറോളം കുത്തിയിട്ടിട്ട് പോവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, ഒരു ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഒബ്വിയസ്ലി ഡിസ്പ്ലേക്ക് ഇഷ്യൂസ് കംപ്ലൈൻസ് ഒക്കെ വരാം. പിന്നെ അറ്റ് ദ ടൈം ആ ഒരു ബാക്കിലെ ലിഡില്ലേ ഓപ്പൺ ചെയ്യാനായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ അതിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ കറക്റ്റ് പ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് 2 നമ്മുടെ എല്ലാത്തിലും വരുന്നതാണ്, 2 സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അവിടെ ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ കാണിക്കും. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് മറ്റേ നോർമൽ കാർസ് നോക്കുമ്പോഴാട്ടോ ഞങ്ങൾ പറയണം, നോർമൽ കാർസ് നോക്കുമ്പോൾ. പിന്നെ AC നല്ല കൂളിംഗ് അല്ലേ? നല്ല കൂളിംഗ് ആണ്. പിന്നെ മഹീന്ദ്രയുടെ ഹോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഹോണാണ് അവരുടെ. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്ത് നോക്കിയപ്പോഴും 4-wheel ഡിസ്ക് ആയതുകൊണ്ട് നല്ല ബ്രേക്കിംഗ് വന്നു. പിന്നെ അല്ലാണ്ട് കോൺസ് കുറച്ച് ബഗ്സ് പറയുന്നുണ്ട്, ബഗ്സിന്റെ ഇഷ്യൂസ്. പക്ഷെ നമ്മൾ വേറൊരു ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ അത്രയും ഇഷ്യൂസ് ഇല്ല. പേഴ്സണലി പറയുന്നില്ല എന്നാലും. അതെ, പക്ഷെ BE6 അന്ന് നീ അകത്തിരുന്ന് ബ്ലോക്ക് ആയി പോയല്ലേ? അതെ, നമ്മൾ ആ ഒരു ഡോർ ലോക്കായി. മെക്കാനിക്കലി അൺലോക്ക് ആവുന്ന ഒരു കാര്യമില്ല ഇതിനകത്ത്. ഡോർ അൺലോക്ക്ഡ് ആണെന്ന് കാണിക്കണ്ടെങ്കിലും അത് ആവുന്നുണ്ടായില്ല. അതെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ എവിടെയെങ്കിലും ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കണമെങ്കിൽ കീ വെച്ചിട്ട് നമുക്ക് നമ്മുടെ BMW-ലൊക്കെയാണ് ആദ്യമായിട്ട് അത് കണ്ടിരുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. അത് മഹീന്ദ്ര കൊണ്ടുവന്നൊരു നല്ലൊരു കാര്യമല്ലേ? പിന്നെ ഓവറോൾ കുറെ സെൻസേഴ്സും ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ അതിന് കുറച്ച് കൺസേൺ വേണം. ലൈക്ക് ചിലപ്പോൾ സ്ക്രീൻ മൊത്തം ബ്ലാക്ക് ആവണ ഒരു സീൻ അത് XUV700 നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അവര് ഇത് സ്നാപ്ഡ്രാഗന്റെ ഇതാണ് പോയിരിക്കണത്. പക്ഷെ അങ്ങനെ ഇഷ്യൂസ് നമ്മൾ കുറെ യൂസ് ചെയ്ത് നമ്മൾ നോക്കി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെയൊന്നും വന്നിട്ടില്ല. കുറച്ച് കോസ്റ്റ് കട്ടിങ്സ് ഉണ്ടല്ലോ അവിടെ. കോസ്റ്റ് കട്ടിങ്സ് കുറച്ചുണ്ട്. വയർ എക്സ്പോസ്ഡ് കണ്ടു നമ്മളവിടെ ഫ്രണ്ടില് ഒരു വയർ എക്സ്പോഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. വേറെ
വേറെ ഫീച്ചർ ലോഡഡ് ആണ്, പക്ഷെ ചില കാര്യങ്ങളിലാണ് ഒരു കോസ്റ്റ് കട്ടിങ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു മാക്സിമം ഒരു റിച്ച് ഫീൽ കിട്ടുന്ന രീതിയിലാണ് എല്ലാം ഫീച്ചർ പാക്ക് ചെയ്താണ്. അതെ, പിന്നെ എന്തൊക്കെയാണെങ്കിലും സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇലക്ട്രിക് ആ ഒരു ഫീൽ ഉണ്ടാവും. അതെ, ഫീലില്ല. അതിപ്പോ ഇലക്ട്രിക് എല്ലാം അങ്ങനെയാണല്ലോ. നമുക്ക് എന്തൊക്കെയാണെങ്കിലും പെട്രോൾ ഡീസലിന്റെ ഒരു ശബ്ദവും ഫീലും എന്തായാലും ഇലക്ട്രിക്കിന് കിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ഫുൾ ഇലക്ട്രിക് ആയാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെ. ബാക്കി നമുക്ക് ഇനി ഇതിന്റെ വേർഡിക്റ്റും പ്രൈസിംഗിലേക്ക് കിടക്കാം അല്ലെ. സോ നമുക്കിനി ഇത് ആർക്കാണ് വേണ്ടതെന്ന് പറയാം. ലൈക്ക് സ്പേസ് ഒരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ ഹൈക്രോസ് ആണ് ഈ റേഞ്ചിൽ വരുന്നത് അല്ലേ, ഹൈക്രോസ് ഹൈബ്രിഡ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു വേറെ വണ്ടി ഉണ്ട് എന്നാൽ ഒരു ഇലക്ട്രിക് കാർ വേറെ വലിയൊരു ഫാമിലി ആണ് എന്നാണെങ്കിൽ ഇത് നല്ല ചോയ്സാണ്. ബിക്കോസ് ഇതിന് കോമ്പറ്റീറ്റേഴ്സ് അധികം ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ ടാറ്റ കർവ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ സ്പേസ് ഇതിനുണ്ട്. ടാറ്റ കർവിന് ആ ഒരു ഫുഡ് പോണോണ്ട് ഹെഡ് സ്പേസ് കുറച്ച് കുറവാണ്. ഇതിന് കുറച്ച് ഈവൻ EV ബയേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്ത് ഇത്രയും ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഒരു കാർ വാങ്ങിച്ചിട്ട് കാര്യമില്ല, അത് ഓടിച്ച് മുതലാക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിൽ പറയാനുള്ളത്. ഈ പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സും ഒരു യുണീക്ക് ലുക്ക് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇതിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾക്ക് ഇനി ഒരു യുണീക്ക് ലുക്ക്, ജസ്റ്റ് സ്പേസിന്റെ ഇഷ്യൂ ഇല്ല എന്നാൽ ഒരു വെറൈറ്റി ലുക്കുള്ള ഒരു വണ്ടി വേണമെന്നാണെങ്കിൽ B60 പോവാം. ഇനി നമുക്ക് ഇതിന്റെ വേരിയൻസിലോട്ട് പറയാം. പാക്ക് 1 ഉണ്ട്, പാക്ക് 2 ഉണ്ട്, പാക്ക് 3 ഉണ്ട്. സോ ഇനീഷ്യൽ പാക്ക് 1ന്റെ പ്രൈസിങ് പറയുന്നത് 24 lakhs ആണ്. ലൈക്ക് അത് മതി എന്നുള്ളവർക്കാണെങ്കിൽ അതിലോട്ട് പോവാം. പക്ഷെ അഗൈൻ പാക്ക് 1ഉം 2ഉം ഇപ്പൊ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പാക്ക് 3 ടോപ്പ് എൻഡ് മോഡൽസ് മാത്രം കൊടുത്തു. അത് മഹീന്ദ്രയുടെ ഒരു ടാക്ടിക് ആണ്. എന്താ വെച്ചാൽ ഈ ഒരു ടോപ്പ് സ്പെക് മോഡൽ അവർ മാക്സിമം എന്താ വെച്ചാൽ മറ്റത് പിന്നെ നമുക്ക് ബേസ് മോഡൽ വേണമെന്നാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. സോ ഇത് ടോപ്പ് സ്പെക് വന്നിരിക്കുന്നത് ഇപ്പോൾ 36 lakhs ആണല്ലോ ഇതിന് വന്നിരിക്കുന്നത്. അത് ഇൻക്ലൂഡിംഗ് ചാർജറും കൂടി വരുമ്പോൾ 36 lakhs ആണ് വന്നിരിക്കുന്നത്. ലൈക്ക് പക്ഷേ അഗൈൻ ഇനി ഈ പ്രൈസ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഗവൺമെന്റ് 5% എന്നുള്ള 10% ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ 1.5 lakhs എക്സ്ട്രാ വരും നമ്മൾ പറഞ്ഞ പ്രൈസ് നിന്ന്. സോ ഇപ്പോൾ ഇലക്ട്രിക് കാർസിന്റെ ഒരു റേറ്റ് കൂടുന്നുണ്ട്. നമ്മുടെ പെട്രോൾ കാർസിന്റെ ഒക്കെ ലെവലിലോട്ട് ഇനി വരും ഫ്യൂച്ചറിൽ. ഇത് പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് 36 lakhs വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇലക്ട്രിക് ആണ്. അപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒരു ഇലക്ട്രിക് കാർ വേണം, ഒരു യൂണിക് ലുക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പോകാം. സോ അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിവ്യൂ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.